ഇന്ത്യ T20 ലോകകപ്പ് നേടിയതിനു ശേഷം ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ടീം പാകിസ്ഥാനാണ്. വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ പലരും ഇന്ത്യൻ ക്രിക്കറ്റിനെ പ്രശംസിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യ ഈ ലോകകപ്പ് നേടിയതിനെ കുറിച്ചും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്, അതേസമയം നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഈ വരുൺ ചക്രവർത്തി പങ്കുവെച്ച ഒരു ചിത്രം, അതായത് ട്രോഫിക്കൊപ്പം തന്നെ ഒരു ചായ കുടിക്കുന്ന ഒരു കപ്പ് ഫോട്ടോ വെച്ചിട്ട് വരുൺ ചക്രവർത്തി പങ്കുവെച്ച ഒരു ഫോട്ടോ ആണ് വൈറലായിട്ട് മാറിയത് കഴിഞ്ഞ ദിവസം. അത് എന്തുകൊണ്ട് വരുൺ ചക്രവർത്തി അങ്ങനെ ഒരു കപ്പ് വെക്കുന്നത് വൈറലാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യ കപ്പിലേക്ക് പോകേണ്ടി വരും. ഏഷ്യ കപ്പ് കഴിഞ്ഞ പിറ്റത്തെ ദിവസം കപ്പ് ഇന്ത്യൻ ടീമിന് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ബെഡിൽ കോഫി കപ്പ് വെച്ച് വരുൺ ചക്രവർത്തി ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ അന്ന് ആ ചിത്രത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി പറഞ്ഞത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് പ്രതീക്ഷിച്ചിരുന്നത്, കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ കപ്പുമായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെ, ഇപ്പൊ എന്റെ കയ്യിൽ കപ്പ് ഇല്ല, അതുകൊണ്ട് കോഫി കപ്പാണുള്ളത്, അത് വെച്ചിട്ട് ഞാൻ എടുത്തു എന്നുള്ള രീതിയിലൊരു ട്രോൾ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ അഹമ്മദ് ഷഹസാദിന്റെ ഒരു വലിയ വിമർശനം, മുൻ പാകിസ്ഥാൻ താരമായിട്ടുള്ള ഷഹസാദിന്റെ ഒരു വലിയ വിമർശനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെ വരുന്നത്. നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിമർശനങ്ങൾ കേൾക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് അർഹരല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും. നമ്മളിപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഏഷ്യ കപ്പിന്റെ അതിന് മുന്നേ തന്നെ നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെ പാകിസ്ഥാൻ നിരന്തരമായിട്ട് വിമർശനം കേൾക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരും മുൻ താരങ്ങളും നമ്മളൊക്കെ ആരാധിച്ചിരുന്ന താരങ്ങളൊക്കെ തന്നെയാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. എത്രയൊക്കെ ആയിട്ടും പാക് ക്രിക്കറ്റിന് ഒരു രക്ഷ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇതുപോലുള്ള വിവാദങ്ങൾ തുടരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഇതുവരെ ഏഷ്യ കപ്പിലെ ട്രോഫി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിപ്പോഴും നഗ്ബി കൊണ്ടുപോയിട്ട് ആ ചായ കപ്പിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ കേസ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ലോകകപ്പ് നമ്മൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സെമി വരെ എത്താണ്ട് പുറത്താവുന്നു. പക്ഷെ അന്നേരം പറയുമ്പോഴും പാകിസ്ഥാൻ ലോക ക്രിക്കറ്റിൽ എന്തോ വലിയ ഇതാണ്, ബാക്കി ഇന്ത്യയൊക്കെ ചെറിയ ടീമുകളാണെന്നുള്ളത്. ഇപ്പം ഇന്ത്യക്കെതിരെ എന്തോ ഭാഗ്യത്തിന് ഇന്ത്യക്കെതിരെ കളിച്ചു എന്നല്ല പറയുന്നത്. നമ്മൾ കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടാണ് കപ്പടിച്ചതെന്ന് പറയാൻ വേണ്ടിയൊക്കെ തന്നെ ഇതിന് മുന്നേ അവരുണ്ടാക്കിയോളം നമുക്കറിയാലോ. ബംഗ്ലാദേശിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി, ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ഒന്നുമില്ല, അത് വന്ന പോലെ തന്നെ എപ്പോഴും തിരിച്ചു പോകാൻ തന്നെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്താണോ ശ്രമിക്കുന്നത്, ആകെ കൂടി ശ്രമിക്കുന്നത് കളത്തിന് പുറത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ, കളത്തിന് പുറത്ത് വാർത്തകൾ എന്നറിയാം. ഈ സിംബാബ്വെ മർദ്ദകർ പറഞ്ഞാൽ ഇപ്പം തന്നെ അവരെ ഒരു 2 റാങ്കിങ് വേണമെന്നും അവരെ പാകിസ്ഥാൻ ഗെയിമിനെ ഏത് സ്റ്റേജിലേക്ക് ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ അവർ മുൻതാരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ മുൻതാരങ്ങൾക്കെല്ലാം മനസ്സിലായി നിലവിലെ പാകിസ്ഥാൻ എവിടെയാണ് നിൽക്കുന്നതെന്നും ഏതൊക്കെ ടീമിനായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നും. പക്ഷേ ഇപ്പോൾ കളിക്കുന്ന താരങ്ങൾക്ക് ചിലർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് കൊണ്ടായിരിക്കും, അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കില്ല. ഇപ്പം കളിക്കുന്നു, നിലവിൽ രാജ്യത്തിന് വേണ്ടി തന്നെ കളിക്കുമ്പോൾ ആ ഒരു സ്പിരിറ്റോടെ തന്നെ പറയേണ്ടി വരും. പക്ഷേ മുൻതാരങ്ങൾ ടീമിനെ കൊണ്ടുപോയ മുൻതാരങ്ങൾക്ക് അതിനൊരു വിഷമം ഉണ്ടാവും. അത് കാണുമ്പോൾ രണ്ടും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. രക്ഷയില്ല, എന്തൊക്കെ വന്നാലും പാകിസ്ഥാൻ ഇപ്പം രക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനിയൊരു മാറ്റം വേണമെങ്കിൽ അവിടെ പാക് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കണം, അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് തീരുമാനിക്കണം. അത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ കയ്യിലാണോ എന്നുള്ള സംശയമാണ് ഇപ്പം പുറത്തു വരുന്നത്. നഖ്വിയാണെങ്കിൽ അതിനും തലപ്പത്തിരിക്കുന്നത്, അതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണത്. എന്തോന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ കപ്പടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ വിമർശനങ്ങളും ഇതും ഉൾക്കൊണ്ട് ഒരു നല്ലൊരു മാറ്റം ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടീമാണ് പാകിസ്ഥാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുൻ പാക് താരമായിട്ടുള്ള അഹമ്മദ് ഷഹസാദ് പറഞ്ഞ ചില വാക്കുകൾ വളരെ രസകരമായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പ്രതിഭകളില്ലാത്തതല്ല പ്രശ്നം, നല്ലൊരു സിസ്റ്റം ഇല്ലാത്തതാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അതേസമയം നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കുക, അവിടെ പ്രതിഭകളുണ്ട്, സിസ്റ്റം ഉണ്ട്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രതിഭകളില്ലാത്ത പ്രശ്നത്തെക്കാൾ ഉപരി ഒരു സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഷഹസാദ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ അതുപോലെ തന്നെ ഇഷാൻ കിഷനെ പോലുള്ള താരങ്ങൾ നിർണായകമായ ഘട്ടത്തിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിന് ഷഹസാദ് എടുത്ത് പറയുന്നുണ്ട്. സഞ്ജു സാംസനെ നോക്കും നമ്മൾ, അവര് ടീമിൽ സ്ഥിരമായിട്ടൊരു പ്ലേയിങ് ഇലവനിൽ പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു താരമാണ് ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത്. വളരെ ശക്തമായ ഒരു നിർണായക ഘട്ടത്തിൽ സഞ്ജു 3 മത്സരങ്ങളിൽ തുടർച്ചയായി 50 നേടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് ഇഷാൻ കിഷന്റെ ഒരു പെർഫോമൻസ്. നമുക്ക് ലോകകപ്പിന്റെ തൊട്ട് മുമ്പ് ഇല്ല, ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം നടത്തിയിട്ടാണ് ഈ ഇഷാന് ഇതിലേക്ക് എത്തി പ്ലേയിങ് ലെവലിലേക്ക് എത്തുന്നത്, നിർണായകമായ പ്രകടനം കാഴ്ചവെക്കുന്നത്. അത് തന്നെയാണ് ഷഹസാദ് പറയുന്നത്. അവിടെ ആഭ്യന്തര ക്രിക്കറ്റിന് ഇത്രയും ഒരു വളരെ നല്ല രീതിയിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ പാകിസ്ഥാനിൽ അതില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് പോലും ഷഹസാദ് നിർത്തുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. നമുക്ക് ഇന്ത്യ വലിയ
വലിയ ടീമുകൾക്കെതിരെയാണ് പരമ്പര കളിക്കുന്നത്. നമ്മൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ, ന്യൂസിലാൻഡിനെതിരെ, ഓസ്ട്രേലിയക്കെതിരെ ഒക്കെ പരമ്പര കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ വലിയ ടീമുകൾക്കെതിരെ വലിയ വലിയ പരമ്പരകളാണ് ഇന്ത്യ കളിക്കുന്നത്. അത് പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഈ പറയുന്ന ഇപ്പോഴും ഉഗാണ്ടനെയും കെനിയനെയും സിംബാബ്വേനെയും വിളിച്ച് തോൽപ്പിക്കുന്നു എന്ന് നമ്മളല്ല പറയുന്നത്. അദ്ദേഹം ഒരു അതിശയോക്തി കലർത്തിയിട്ട് പറയുന്നതാണ്. അത് ക്രിക്കറ്റിന്റെ നിലവിലെ സാഹചര്യത്തിൽ വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ T20 പാകിസ്ഥാന്റെ വിജയങ്ങളിൽ കൂടുതലും വന്നിട്ടുള്ളത് ഈ പറയുന്ന കുഞ്ഞൻ ടീമുകൾക്കെതിരെയാണ് എന്നുള്ളത് ഒരു കണക്ക് തന്നെയാണ്. കുറച്ചധികം 2 വർഷമല്ല, കുറച്ചധികം നോക്കി തന്നെ സിംബാബ്വെ മറക്കുന്ന പേര് ബാബർസിനെ വിമർശിക്കാനുള്ള കാരണം ബാബർസിനെ പോലെ പ്രതിഭകളെ അവർക്ക് പറ്റിയ അവസരം നമ്മളിപ്പം പറയുമ്പം പഴയ പിന്നെ അറബിൽ ഇപ്പം പറയുന്നുണ്ട് പണ്ട് സച്ചിൻ തീയുണ്ടകൾ നേരിട്ടു, ഇപ്പോഴത്തെ താരങ്ങൾ അങ്ങനെ ഇല്ല പറയുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ടീമിന്റെ അവസ്ഥ നോക്കി ബാബർസിന് കളിക്കാൻ കിട്ടുന്ന ഈ താരങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞൻ ടീമുകളാണ്ട് ഒരു ടീം കളിക്കാൻ ഒരു പരമ്പരക്ക് നടക്കുന്നില്ല, ഒരു സ്കോപ്പും ഇല്ല അവർക്ക് ആകെ കിട്ടുന്നത് ഇതാണ്. പിന്നെ അവരുടെ ക്രിക്കറ്റാണെങ്കിൽ ഇങ്ങനെ കുത്തഴിഞ്ഞ് നടക്കുവാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ടൂർണമെന്റ് അല്ലെങ്കിൽ വലിയ നിലയിൽ കാണുമ്പോൾ പാകിസ്ഥാനെ അതിനെ അതിജീവിച്ച് വരാൻ വേണ്ടി പറ്റുന്നില്ല. അത് അവരവസ്ഥയാണ്. അതിലേക്ക് മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ മാറി വരണം. ICC ടൂർണമെന്റ് അല്ലാണ്ട് ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ വലിയൊരു ടീമിനോട് കളിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരം വളരെ കുറവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായിട്ടും ഷഹസാദ് വേറെ ഈ ഒരു പടി കൂടി കടന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ വലിയ രീതിയിൽ പാക് ക്രിക്കറ്റിനെ പരിഹസിക്കുന്നതാണ്. അതായത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് കെനിയ, ഉഗാണ്ട, സിംബാബ്വെ പോലുള്ള ടീമുകൾക്കൊപ്പം ഒരു വേറൊരു ICC, ഒരു സെപ്പറേറ്റ് ICC റാങ്കിങ് പാകിസ്ഥാന് വേണമെന്നാണ് ഷഹസാദ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പാക് ക്രിക്കറ്റിലെ ഈ പറയുന്ന താരങ്ങളുടെ തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്ന തരത്തില്, അതായത് ഫേവറേറ്റുകളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പക്ഷപാതിത്വം വളരെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മള് സെയിം അയ്യൂബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെയിം അയ്യൂബ് ഇപ്പോഴും പാകിസ്ഥാന്റെ ഒരു ഓപ്പണറായി അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റർ ആയിട്ട് കളിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം ബോളിങ്ങിൽ ചിലപ്പോഴൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും 2025 മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ശരാശരിയില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 7 ഡക്കുകളായിട്ടുണ്ട് തോന്നുന്നു ഒരു വർഷം. അത്രയും മോശം ഒരു പ്രകടനം കാഴ്ചവെച്ചൊരു താരം ഇപ്പോഴും ടോപ്പ് ഓർഡർ ബാറ്റർ ആയിട്ട് കളിക്കുന്നത് കറാച്ചി ഫാക്ടർ കാരണമാണ് എന്നാണ് ഉന്നയിക്കുന്ന. അതെ, അങ്ങനെ ഒരു ഇത് ഉള്ളത്. പക്ഷെ ഇതിൽ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയത് ഷുഹൈബ് അക്തറിന്റെ ഒരു പരാമർശം. നിരന്തരമായിട്ട് പാക് ക്രിക്കറ്റിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഷുഹൈബ് അക്തർ ഒരു കാര്യമില്ലാത്തൊരു പ്രസ്താവന ഈ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇന്ത്യ ഒരു റിച്ച് കിഡ്, അതുപോലെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് ഇന്ത്യ തന്നെ നിയമം എല്ലാം കൺട്രോൾ ചെയ്യുന്നു, എന്നിട്ട് ഇന്ത്യ വിജയിക്കുന്നു എന്ന തരത്തിൽ ഒരു പരാമർശം അക്തർ നടത്തിയിട്ടുണ്ട്. അത് ക്രിക്കറ്റിനെ നശിപ്പിക്കുന്നതാണ്. ക്രിക്കറ്റിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ന്യൂസിലാൻഡ് കപ്പടിക്കണം എന്നാണ് പറഞ്ഞത്. അത് ഇത് പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് വോളിബോൾ, എന്റെ നാട്ടിലും വോളിബോൾ പ്രചാരത്തിലുണ്ട്. വോളിബോൾ കളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നമ്മൾ പിന്നെ ടൂർണമെന്റ് വിളിച്ചാലും മാച്ച് വിളിച്ചാൽ കളിക്കാൻ പറയും, അവർ നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നില്ല, നിങ്ങൾ തോറ്റു കൊടുക്കണം, എന്നാലും അവർക്ക് ഇനിയും കളിക്കാൻ വരാൻ വേണ്ടി പറ്റും, അവർ വേറെ നാട്ടിൽ നിന്ന് വരുന്നവരില്ലെന്ന്. അതുപോലത്തെ അവസ്ഥ ഇപ്പൊ പറഞ്ഞത് ന്യൂസിലാൻഡിന്റെ തോറ്റു കൊടുക്കണമായിരുന്നു. ഇന്ത്യ എന്തായാലും ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു പ്രസ്താവന ഷുഹൈബ് അക്തറിനെ പോലുള്ള ഒരു വ്യക്തി നടത്തിയത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ന്യൂസിലാൻഡ് ക്രിക്കറ്റിൽ തന്നെയുള്ള ആളുകൾ പലരും ഇതിന് പോസിറ്റീവായിട്ട് പറയുന്നത്. നമ്മൾ മുഹമ്മദ് ആമിറിന്റെ കാര്യം പിന്നെ പറയണ്ട. പ്രവചനം നടത്തുന്നു, തോൽക്കുന്നു, അതിന് വേറെ ന്യായം ഉണ്ടാക്കുന്നു, എന്നിട്ട് അവസാനം ഓരോ തരത്തിലും പ്രവചനങ്ങളും നടത്തിയിട്ട് എല്ലാ പ്രവചനങ്ങളും അവസാനം ഇത് പ്രവചന സിംഹം എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എന്താ പറയാ, തീർച്ചയായിട്ടും ഇത് മാറി. വലിയ മത്സരങ്ങളെല്ലാം എല്ലാ പ്രോഗ്രാമും തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ അവസാനം വരുമ്പോഴേക്ക്. അത് മാത്രമല്ല, ഇന്ത്യ ഇപ്പൊ ജയിക്കാൻ കാരണം ന്യൂസിലാൻഡ് ബോളർമാര് നല്ല പ്രഷർ കൊടുക്കാത്ത കാരണമാണെന്നാണ് അമീർ പറയുന്നത്. അല്ലാതെ ഇന്ത്യ ഒരു ഇതേ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടല്ല. അല്ല, അത് ന്യായമാണല്ലോ. ഇന്ത്യ വെടിക്കെട്ട് ബോളിംഗ് മോശമായിരുന്നല്ലോ, അതാണല്ലോ പറയുന്നത്. അല്ല, അത് പക്ഷെ അങ്ങനെയല്ലല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്കല്ലേ കിട്ടേണ്ടത്. മോശം ബോളിംഗ് അതോടെ കളിച്ചത്, കളിക്കില്ല. അതെ, അല്ല, അത് ശരിയാണ്. ഫൈനലിൽ എത്തിയ ടീം മോശം ബോളിംഗ് അല്ല, പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ബാറ്റിംഗ് മോശമാക്കിയത്. അങ്ങനെ രസകരമായിട്ടുള്ള കമന്റുകളാണ് ആമീർ നടത്തുന്നത്. പക്ഷെ ഷാഹിദ് അഫ്രീദി കുറച്ചും കൂടി പോസിറ്റീവായിട്ട്, സാധാരണ സ്ഥിരമായിട്ട് മോശം പറയുന്ന ആള് ഇപ്പൊ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യ ഈ വിജയത്തിന് അർഹരാണ്, അവര് നല്ല ടീമാണ്, നല്ലൊരു സിസ്റ്റം അവിടെ ഉണ്ട്, അവർ ആ ഒരു രീതിയിലേക്ക് ക്രിക്കറ്റിനെ അവിടെ അവരുടെ നാട്ടിൽ വളർത്തി ആ ഒരു മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അഫ്രീദി പറയുന്നത്. പല ആളുകളെയും ഇപ്പൊ സഞ്ജുവിനെ ആണെങ്കിലും അഭിഷേകിനെ ആണെങ്കിലും ഇഷാനൊക്കെ ആണെങ്കിലും അവരുടെ പെർഫോമൻസ്, ബുംറേനൊക്കെ പെർഫോമൻസിനെ അഫ്രീദി പ്രശംസിച്ച് രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ
എനിക്ക് ഈ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തോന്നിയത് ജാവേദ് മിയാന്താദ് അതുപോലെ തന്നെ മുഹമ്മദ് വാസിം ഇവരുടെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ഇത്തരം കോൺസ്പിറസി തിയറികൾ അല്ല ഇന്ത്യ സംഘാടകരാണ്, ഇന്ത്യയാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇന്ത്യയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇന്ത്യ അതുകൊണ്ടാണ് അവർ ജയിച്ചത് എന്ന തരത്തിലുള്ള ഈ പറയുന്ന കോൺസ്പിറസി തിയറികളൊന്നും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അതായത് അത്തരമുള്ള മറുപടി പാകിസ്ഥാനിൽ തന്നെ ആളുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് അത്തരം കോൺസ്പിറസി തിയറികളൊന്നുമല്ല, അത് ICC നടത്തിയ ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റിൽ ഇന്ത്യയിൽ വെച്ചിട്ട് നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യനെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങളില്ലാതൊരു നല്ല ടീമായിട്ട് കളിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ICC തലവൻ ജയ്ഷായോട് പറയുകയാണെങ്കിൽ നമ്മൾ ഏഷ്യ കപ്പ് കളിക്കുമ്പോൾ അതിന്റെ തലവൻ ആരായിരുന്നു നമുക്കറിയാം, നഖ്വിയായിരുന്നു. എന്നിട്ടും ഇന്ത്യയാണ് കളിച്ച് ജയിച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിലും. അതെ, അപ്പൊ ഇതിന്റെ ലോജിക്കൽ കാര്യമില്ല അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞാണ് അത് ഈ പറയുന്ന താരങ്ങൾക്ക് ഇപ്പൊ അക്തർ ആയാലും അഫ്രീദി നേരത്തെ ആയിരുന്നാലും പറയുമ്പോൾ അവർക്ക് ലോജിക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ അവിടെ അവർക്ക് സംസാരിക്കണമെങ്കിൽ ജനപിന്തുണ നമ്മൾ നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നില്ല. അല്ല, ഒരു ഓഡിയൻസിനെ കിട്ടണമെങ്കിൽ ഇന്ത്യക്ക് 2 വാക്ക് പറഞ്ഞിട്ട് അവരുടെ ടീമിനെ കുറ്റം പറഞ്ഞാൽ മാത്രമേ കിട്ടൂ. അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ജയിക്കുമ്പോൾ ഇന്ത്യയെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ ടീമിൽ 2 വാക്ക് പറഞ്ഞാൽ അത് ഒരു വിലയിട്ടില്ല. അവർക്ക് അവിടുന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ പറയുമ്പോൾ ഇന്ത്യനെ 2 പറഞ്ഞിട്ട് ടീമിനെ കുറിച്ച് പറയുന്നത്. അതവരുടെ നിലനിൽപ്പിന് കൂടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ അക്തറോ അല്ലെങ്കിൽ അഫ്രീദിയോ പോലുള്ള ഒരു താരങ്ങളും ഇതൊന്നും അറിയാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കളിക്കുന്ന കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് നമ്മൾ ആരാധിച്ചിരുന്ന ഒരു ടീമായിരുന്നല്ലോ. ആ സിസ്റ്റം അപ്പം എവിടെയാണ് തകർന്നത്, അവിടെ എവിടുന്നാണ് അവർക്ക് തെറ്റിയതാണ് അവർ നോക്കേണ്ടത്, എവിടെയാണ് പിഴച്ചെന്ന് നോക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ അയ്യൂബിനൊക്കെ ടീമിൽ ഉൾപ്പെടുന്ന പോലെ അങ്ങനെ ഒരു പിന്നെ ഒരു ലോബി, കറാച്ചി ലോബിയാണ്, കറാച്ചി ലോബിക്ക് വേണ്ടിയിട്ട് ടീമിന് കൊടുത്താൽ ഇതിനൊക്കെ താഴെ പോകുന്ന അവസ്ഥ. ഈ ആഭ്യന്തര ക്രിക്കറ്റും എൻ്റെ PCL അല്ലേ PSL പേരും കിട്ടുന്നില്ല. PSLന്റെ കാര്യമൊക്കെ പറയാതിരിക്കാൻ ഒരു പുതിയ ടീം കൊണ്ടുവന്നിട്ട് ഒരു പന്ത് പോലെ എറിയുന്നതായിട്ട് പിന്നെ അല്ലെ ഒരു മത്സരം പോലെ കളിക്കുന്നതിന് പോലെ 2 തവണ ടീമിന്റെ വിൽപ്പന നടന്നപ്പോ ആ ടീം തന്നെ ഇല്ലെന്നാ പറയുന്നത്. ആ രീതിയിലൊരു വളരെ അവിടെ നിന്നാണ് ഈ താരങ്ങൾ കളിച്ചു വരേണ്ടതില്ല പ്രശ്നം. ഇവിടെ IPL നോക്കി ഇപ്പൊ ലോകകപ്പ് കഴിയുന്നതിന് മുമ്പ് IPL ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പം പിന്നെ സാറിന്റെ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിക്കുമ്പോൾ സാറിന്റെ ഓരോ ഓവർ കളിയുടെ ഇടയ്ക്ക് വരെ പറയുന്നത് ഇനിയിപ്പോൾ തിരിച്ച് കളിക്കേണ്ട ടീമുകളാണ് ഇവിടെ അങ്ങോട്ട് കളിക്കുന്ന ഒരു ടീം. അല്ല, ഈ ആഭ്യന്തര ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ടും കൂടി ഉണ്ട്. ഷഹസായിബ് ബാട്ടി എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിരമിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ നടക്കുന്നത് ഫുള്ള് പൊളിറ്റിക്സ് ആണ്, അവസരങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല കിട്ടുന്നത്. 40ഓളം മത്സരങ്ങളിൽ തുടർച്ചയായി ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നിട്ട് അവസാനം അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ 24ാമത്തെ വയസ്സിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇത് ചെയ്യാണ്. അത് മാത്രമല്ല ഒരുപാട് അതായത് റീസെന്റ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ ഫൈനൽ വരെ കളിച്ച് ജയിച്ച ഒരു താരത്തിനാണ് ഈ അവസ്ഥ വന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ റാഷിദ് ലത്തീഫ് എന്ന് പറയുന്ന മുൻ താരം പറയുന്ന ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമാൻ അലി ആഗക്കെതിരെയുള്ള വിമർശനമാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ പഴയ ടീമിനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം, വസീം അക്രം, അതുപോലെ തന്നെ വക്കാർ യൂനിസ്, ഷുഐബ് അക്തർ, സക്ലൈൻ മുഷ്താഖ്, ഇങ്ങനെയുള്ള മുരളീധരനും ഷെയ്ബ് വാട്സനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്. ഇത്രയും താരങ്ങളുള്ള ടീമിനെ കിട്ടിയാലും സൽമാൻ അലി ആകെ കൊണ്ടുപോയി തോൽപ്പിക്കും എന്നുള്ളതാണ് ഒരു വിമർശനം. ആകെയുടെ പ്രകടനം ലോകകപ്പിലൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. പിന്നെ എന്താണ് അദ്ദേഹം കളിച്ചത് നമുക്കറിയാം. 3 നമ്പറിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ നിലയിലോ അല്ലെങ്കിൽ ഒരു പ്ലെയർ നിലയിലോ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി ഈ പറഞ്ഞ നാവിന് തള്ളിനൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവിടെ പോകുന്നത്. തീർച്ചയായും. എന്തായാലും ഈ വിമർശനങ്ങളെല്ലാം വന്നിരിക്കുന്നത് പാക് ക്രിക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യക്കെതിരെ ചില വിമർശനങ്ങൾ ഇവര് കപ്പടിച്ചിട്ടും ചില ആളുകൾ ഇന്ത്യനെ വിമർശിച്ചിട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന് സംഭവിക്കുന്ന പിഴവ്. അവരുടെ ക്രിക്കറ്റിനെ വളർത്താൻ എന്ത് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവർ നോക്കേണ്ടത്. ചില ആളുകളെങ്കിലും വളരെ ഒരു എന്താ പറയാ ഒരു നല്ല രീതിയിൽ പ്രസ്താവനകളും പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും നമുക്ക് എന്താണ് ഇപ്പോ നമുക്കറിയാലോ ഗ്ലോബൽ ലെവലില് ഓരോ പുതിയ രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സിംബാബ്വേയുടെ ഒക്കെ പെർഫോമൻസ് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നല്ല സിംബാബ്വേയുടെ കാര്യം ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ ലോജിക്കാണ്. സിംബാബ്വെ പാകിസ്ഥാനോട് നിയന്ത്രണം കളിച്ചിട്ട് അവരെ ഒരു ഇത് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് എളുപ്പമാണ് മറ്റു രാജ്യങ്ങൾ നേരിടാൻ. അതെ അതെ. എന്തായാലും എന്താ പുതിയ രാജ്യങ്ങൾ T20 ലോകകപ്പ് അല്ലെങ്കിൽ T20 ക്രിക്കറ്റ് ഒരു ഗ്ലോബലൈസ് അല്ലെങ്കിൽ ഒരു ആഗോളവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് T20 ക്രിക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ നന്നായി അവർക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങളും തള്ളും ഇതൊക്കെ നടത്തിയിട്ട് അങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ അങ്ങനെ തന്നെ തുടരാം. മുൻതാരങ്ങൾക്ക് തുടരാൻ വേണ്ടി പറ്റും. ഈ നിലവിലെ താരങ്ങൾ എവിടെ നിലവിലെ താരങ്ങൾ ഇനിയിപ്പോ എങ്ങനെയാണ് അവരുടെ ടീം വരുന്നതെന്നുള്ളതാണ്. സൽമാൻ അലി എന്ത് പറഞ്ഞിട്ട് ഇനിയും ക്യാപ്റ്റൻസിയിൽ പിടിച്ചു നിർത്തുന്നത്. അഫ്രീദിയും അക്തറും മറ്റു ലെവലിൽ പറയുന്നത് പിന്നെ അവർക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്, അവർക്കൊരു ഫേസ് ഉണ്ടായിരുന്നു. ഈ താരങ്ങൾ എവിടെയൊക്കെ അറിയപ്പെടാൻ അങ്ങ് തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതെ. എന്തായാലും എന്താണ് ഇനി പാക് ക്രിക്കറ്റിൽ സംഭവിക്കാൻ
എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഇപ്പൊ നിലവിൽ അവര് വെറും തള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്രിക്കറ്റിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.